വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ നോവേന രണ്ടാം ഭാഗം. നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അറുതിയില്ലാത്ത സർവ്വവല്ലഭനായിരിക്കുന്ന തമ്പുരാനെ, എത്രയും വിശ്വാസമുള്ള ഭാവാന്മാരും ശുദ്ധ നവ്യന്മാരും എത്രയും എരിവുള്ള സ്ലീഹന്മാരും ജയിക്കപ്പെടാൻ മേലാത്ത വേദസാക്ഷികളും കുറ്റമില്ലാത്ത വന്ദകന്മാരും കറയില്ലാത്ത കന്യാസ്ത്രീകളും വെണ്മയുള്ള കുഞ്ഞി പൈതങ്ങളും ആകാശത്തിലുള്ള സകല മാലാകമാരും ശുദ്ധമാക്കപ്പെട്ടവരുമായ പുണ്യാത്മാക്കളെ, നിങ്ങളുടെ എത്രയും ഭാഗ്യപ്പെട്ട സിംഹാസനത്തിൽ നിന്ന് നിങ്ങളുടെ ദയുള്ള കണ്ണുകളെ നിർഭാഗ്യവാരായ ഞങ്ങളുടെ മേൽ തിരിക്കണമേ. ഓ ഭാഗ്യപ്പെട്ട ആത്മാവുകളെ, ഞങ്ങളുടെ മേൽ അനുഗ്രഹിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഉണ്ണീശോയുടെ പ്രിയങ്കരിയായ വിശുദ്ധ കൊച്ചുത്രേസ്യയെ, ഈശോയെ പ്രസാദിപ്പിക്കുന്നതിൽ നീ ലോകത്തിലായിരിക്കുമ്പോൾ മത്സരബുദ്ധിയോടെ യത്നിച്ചുവല്ലോ. ഇന്ന് സ്വർഗത്തിൽ നിന്നെ പ്രസാദിപ്പിക്കുന്നതിലും നിന്റെ അപേക്ഷകൾ സാധിപ്പിക്കുന്നതിലും സ്വർഗീയ പിതാവ് ആനന്ദം കണ്ടെത്തുന്നുവെന്ന് ഞങ്ങൾ ഗ്രഹിക്കുന്നു. മഹാവിശുദ്ധന്മാരോടൊപ്പം നിനക്കും ദൈവസന്നിധിയിൽ സ്വാധീനവും മധ്യസ്ഥ ശക്തിയുമുണ്ടെന്ന് നിന്റെ ഭക്തന്മാർക്ക് ലഭിക്കുന്ന മനോഗുണങ്ങൾ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്നു. നിന്റെ കുറുക്കുവഴിയിലൂടെ നടന്ന് വിശുദ്ധരായി തീരുവാൻ നീ ആത്മാക്കളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നുവല്ലോ. എന്നെയും പുണ്യവഴിയിൽ നടത്തേണ്ടുന്ന കാര്യം നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ത്യാഗങ്ങളും ആത്മാഗ്രഹങ്ങളും ചെയ്തുകൊണ്ട് ഉണ്ണീശോയെ പ്രസാദിപ്പിക്കാനുള്ള ആവേശം എന്നിൽ കത്തിക്കാളട്ടെ. ഓ ചെറുപുഷ്പമേ, ഒരു പുഷ്പത്തെ പോലെ നിന്റെ ആത്മാവിനെ വിശുദ്ധിയുടെ അഴകും പുണ്യത്തിൻ്റെ സൗരഭ്യവും ചുറ്റും പരത്തുന്നുവല്ലോ. പുഷ്പം പോലെ നിർമ്മലമായൊരു ഹൃദയം ഈശോയ്ക്ക് സമ്മാനിക്കാൻ എനിക്കും വരം തരണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വിശുദ്ധ കൊച്ചുത്രേസ്യയെ, 24 വയസ്സുള്ളപ്പോൾ പുണ്യപൂർണ്ണതയുടെ കൊടുമുടിയിൽ കയറി ലോകത്തിൽ അനുഗ്രഹത്തിൻ്റെ പുഷ്പതളങ്ങൾ നീ വർഷിച്ചുകൊണ്ടിരിക്കുന്നുവല്ലോ. കർത്താവ് കൽപ്പിച്ച് അനുവദിക്കുന്ന എൻ്റെ മരണസമയത്ത് അവിടുത്തെ മുമ്പിൽ എന്നെ നിർത്താനും എൻ്റെ പാപങ്ങൾക്ക് പൊറുതി വാങ്ങിത്തന്ന് മോക്ഷരാജ്യത്തിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോകുവാൻ വിജയമാതാവിനോടൊപ്പം എൻ്റെ സ്നേഹിക്കപ്പെട്ട സഹോദരി നീയും ഉണ്ടാകണമേ. രക്ഷാകരമായ ഈ സമയത്ത് നിന്റെ മാധ്യസ്ഥം എന്നെ ആശ്വസിപ്പിക്കട്ടെ. നരകശത്രുക്കളുടെ ഒട്ടും ഭയപ്പെടാതെ ജീവിതത്തിൻ്റെ ഓരോ നാഴികയും മോക്ഷമണവാളൻ്റെ മുഖത്ത് കണ്ണും നട്ട് ജീവിച്ച നീ ദൈവമുഖം കാണാൻ എനിക്ക് അനുഗ്രഹം വാങ്ങിത്തരണമേ. എൻ്റെ ജീവിതവും മരണവും നിത്യതയും നിന്റെ മധ്യസ്ഥതയാൽ അനുഗ്രഹീതമാകാനും, ഓ പുണ്യവതി, സന്യാസ നിയമങ്ങളും ജീവിത കടപ്പാടുകളും കുടുംബജീവിത കർത്തവ്യങ്ങളും എല്ലാം കൃത്യമായി അനുഷ്ഠിച്ചുകൊണ്ട് എപ്പോഴും സ്വന്തം ഇഷ്ടം അവഗണിച്ച് ദൈവഹിതം നിറവേറ്റുവാനും ഉപമയോടുകൂടെ സഹോദരങ്ങൾക്ക് നന്മ ചെയ്യുവാനും ആവശ്യമായ കൃപാവരം ഈശോയിൽ നിന്നും നീ വാങ്ങിത്തരണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദൈവാനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വിശുദ്ധ കൊച്ചുത്രേസ്യയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്നേഹമാണ് എൻ്റെ ദൈവവിളിയെന്നും തിരുസഭയുടെ ഹൃദയത്തിൽ ഞാൻ സ്നേഹമായിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും സ്നേഹഭാജനമായി നക്ഷത്രതുല്യം സ്വർഗത്തിൽ വിരാജിക്കുന്ന ഉണ്ണീശോയുടെ ചെറുപുഷ്പമേ, ദൈവമല്ലാത്തതും ദൈവത്തിന് ഇഷ്ടമില്ലാത്തതുമായ യാതൊന്നും എന്നെ ആകർഷിക്കാതിരിക്കട്ടെ. വിഭജിക്കപ്പെടാത്ത ഹൃദയവും പൂർണ്ണമായ സ്നേഹവും സ്വർഗീയ രാജാവിന് സമ്മാനിക്കാൻ മാത്രം തീഷ്ണതയുള്ള ഒരു ജീവിതം ഞാൻ കഴിക്കുവാനിടയാകട്ടെ. എൻ്റെ സ്നേഹിക്കപ്പെട്ട പുണ്യവതി, നിന്റെ സ്നേഹവും അനുഗ്രഹപ്രദമായ മധ്യസ്ഥ സഹായവും എന്നും എനിക്ക് നൽകണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.